ആദ്യ ചിത്രം. കോളേജിന് പിന്നിലെ പഴയ ചായക്കടയിലിരുന്ന് ആസിഫ് തന്റെ ഡയറി തുറന്നു. മനു, നമുക്കൊരു സിനിമ പിടിച്ചാലോ? ഒരു ചെറിയ ഷോർട്ട് ഫിലിം, ആസിഫ് ആവേശത്തോടെ ചോദിച്ചു. മനു ഒന്ന് ചിരിച്ചു. എന്നിട്ട് ഗൗരവത്തിൽ പറഞ്ഞു, നമ്മുടെ കയ്യിൽ ഒരു ക്യാമറ പോലുമില്ല ആസിഫ്. പിന്നെങ്ങനെയാ? പക്ഷേ ആസിഫിന്റെ കണ്ണുകളിൽ ഒരു സ്വപ്നം തിളങ്ങുന്നുണ്ടായിരുന്നു. കോളേജിലെ സുഹൃത്തുക്കൾക്കിടയിൽ ഈ വാർത്ത പരന്നു. ദാ വരുന്നു അടുത്ത സ്പീൽബർഗും മണിരത്നവും. രാഹുൽ അവരെ നോക്കി പരിഹസിച്ചു. ക്യാമറയും സ്റ്റുഡിയോയും ഇല്ലാതെ സിനിമയെടുക്കാനിറങ്ങിയ വിഡ്ഢികൾ, അവൻ ചിരിച്ചുകൊണ്ട് കൂട്ടുകാരോട് പറഞ്ഞു. ആ പരിഹാസം ആസിഫിനെ വേദനിപ്പിച്ചെങ്കിലും മനു അവന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോൾ വിനീത് മാത്രം അവരുടെ അടുത്തേക്ക് വന്നു. ആരുമില്ലെങ്കിൽ ഞാൻ അഭിനയിക്കാം. എനിക്ക് സിനിമയിൽ വലിയ അറിവൊന്നുമില്ല, പക്ഷേ നിങ്ങളുടെ ആഗ്രഹം സത്യമാണെന്ന് എനിക്കറിയാം, വിനീത് പറഞ്ഞു. ആ വാക്കുകൾ ആസിഫിനും മനുവിനും പുതിയൊരു ഊർജം നൽകി. ആസിഫ് രാത്രിയിലിരുന്ന് കഥ എഴുതി. വികാരനിർഭരമായ ഒരു കൊച്ചു കഥ. മനു ആ കഥയെ ഒരു തിരക്കഥയായി മാറ്റി. ഓരോ സീനും എങ്ങനെ വേണമെന്ന് ഞാനിവിടെ കുറിച്ചിട്ടുണ്ട്, മനു തന്റെ ലാപ്ടോപ്പിൽ കാണിച്ചു കൊടുത്തു. അവർ രണ്ടുപേരും ആ രാത്രി മുഴുവൻ സിനിമയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിൽ മുഴുകി. അപ്പോഴാണ് ഷിബിലി തന്റെ പുതിയ ഐഫോണുമായി എത്തിയത്. ഇത് വച്ച് ഷൂട്ട് ചെയ്തോ? ഒരു തുടക്കത്തിന് ഇത് ധാരാളമാണ്, ഷിബിലി പറഞ്ഞു. ആ ഫോൺ അവരുടെ കയ്യിൽ ഒരു വലിയ ക്യാമറയേക്കാൾ വിലപ്പെട്ടതായിരുന്നു. നന്ദി ഷിബിലി, നീ വലിയൊരു സഹായമാണ് ചെയ്തത്, ആസിഫ് വികാരാധീനനായി പറഞ്ഞു. ആദ്യത്തെ ദിവസം ഷൂട്ടിംഗ് തുടങ്ങി. വിനീത് തന്റെ ഡയലോഗുകൾ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും മഴ പെയ്തു. ഫോൺ നനയാതിരിക്കാൻ അവർക്ക് ഓടേണ്ടി വന്നു. റെക്കോർഡ് ചെയ്ത ദൃശ്യങ്ങൾ നോക്കിയപ്പോൾ അതിൽ കാറ്റിന്റെ ശബ്ദം മാത്രം. ഇതൊന്നും ശരിയാവുന്നില്ല മനു, വിനീത് നിരാശയോടെ പറഞ്ഞു. അവർ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. രണ്ടാമതും ഷൂട്ട് ചെയ്തു. എന്നാൽ എഡിറ്റിംഗ് ടേബിളിൽ ഇരുന്നപ്പോൾ മനുവിന്റെ മുഖം മങ്ങി. ആസിഫ്, പല സീനുകളും ഔട്ട് ഓഫ് ഫോക്കസ് ആണ്. ഇത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. എല്ലാം പാഴായല്ലോ എന്നോർത്ത് ആസിഫ് തകർന്നുപോയി. ദിവസങ്ങൾ കടന്നുപോയി. ഷിബിലി വീണ്ടും അവരെ കാണാൻ വന്നു. എന്തായി നിങ്ങളുടെ സിനിമ? അവൻ ചോദിച്ചു. മനു നടന്ന കാര്യങ്ങൾ വിവരിച്ചു. പരാജയങ്ങൾ സ്വാഭാവികമാണ് മനു, പക്ഷെ അത് കണ്ട് നിർത്തിക്കളയരുത്. ഒരിക്കൽ കൂടി ശ്രമിച്ചു നോക്കൂ, ഷിബിലി അവരെ പ്രോത്സാഹിപ്പിച്ചു. ആസിഫ് മനുവിനെ നോക്കി പറഞ്ഞു, നമുക്കൊന്നുകൂടി ശ്രമിക്കാം, ഇത്തവണ കൂടുതൽ ശ്രദ്ധയോടെ. അവർ വീണ്ടും തിരക്കഥ മിനുക്കി. വെളിച്ചവും ശബ്ദവും കൃത്യമായി ലഭിക്കാൻ അവർ ഏറെ കഷ്ടപ്പെട്ടു. നമ്മുടെ ഈ കഷ്ടപ്പാട് വെറുതെ ആവില്ല മനു, ആസിഫ് ഉറപ്പിച്ചു പറഞ്ഞു. മാസങ്ങൾക്ക് ശേഷം അവരുടെ ആദ്യ ചിത്രം പൂർത്തിയായി. കോളേജ് ഓഡിറ്റോറിയത്തിൽ അത് പ്രദർശിപ്പിച്ചപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. പണ്ട് കളിയാക്കിയവർ പോലും അത്ഭുതപ്പെട്ടു. സ്വപ്നങ്ങൾ ഉപേക്ഷിക്കരുത്, അവയെ പിന്തുടരാൻ ധൈര്യം കാണിക്കണം, ആസിഫ് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു.